ഒരാൾ അയാളുടെ സ്വത്തിൻ്റെ 1/2 ഭാഗം മകൾക്കും 1/3 ഭാഗം മകനും 1/6 ഭാഗം ഭാര്യയ്ക്കും നൽകി. ശേഷിക്കുന്നത് എത്ര ഭാഗം? ഒരാളുടെ കയ്യിൽ സ്വത്തുണ്ട്, അതിൻ്റെ 1/2 ഭാഗം മകൾക്ക് കൊടുത്തു, 1/3 ഭാഗം മകന് കൊടുത്തു, 1/6 ഭാഗം ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മകൾക്കും മകനും ഭാര്യയ്ക്കും കൂടി ആകെ കൊടുത്തത് കാണുക. മകൾക്കും മകനും ഭാര്യയ്ക്കും കൂടി ആകെ എത്ര കൊടുത്തു? ഇത് മൂന്നും കൂടി കൂട്ടുക. എത്രയാണ്? 1/2 കൂട്ടണം 1/3 കൂട്ടണം 1/6. ഇതെന്താണ്? 3 പേർക്കും കൂടി കൊടുത്തത് ഇതാണ്. 1/2 കൂട്ടണം 1/3 കൂട്ടണം 1/6. ഇനി ചോദ്യം എന്താ? ശേഷിക്കുന്നത് എത്ര ഭാഗം? അപ്പം അയാളുടെ കയ്യിലുള്ളത് 1 സ്വത്ത് 1 എന്ന് കരുതുക. അതെന്നാണ് ഈ പങ്ക് വെച്ച് കൊടുക്കുന്നത്. ഒരാൾക്ക് 1/2 ഭാഗം കൊടുത്തു, അടുത്ത ആൾക്ക് 1/3 ഭാഗം കൊടുത്തു, അടുത്ത ആൾക്ക് 1/6 ഭാഗം കൊടുത്തു. അപ്പോൾ 3 പേർക്കും കൂടി എത്രയായി? 1/2 + 1/3 + 1/6. ആകെ എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ശേഷിക്കുന്നത് പറഞ്ഞാൽ ബാക്കിയുള്ളത്, അതായത് കുറയ്ക്കുക. 1 ഇത് കൂട്ടിയത് കുറയ്ക്കണം. അപ്പോൾ 1 കുറയ്ക്കണം, നമുക്കിത് കൂട്ടാം. കൂട്ടുമ്പോൾ ഛേദങ്ങൾ വ്യത്യാസമാണ്, ഛേദങ്ങൾ തുല്യമല്ല. അപ്പോൾ ഈ ഛേദങ്ങളെല്ലാം തുല്യപ്പെടുത്തണം. അപ്പോൾ ഈ 2ൻ്റെയും 3ൻ്റെയും ഗുണിതാണ് 6, 2ൻ്റെയും 3ൻ്റെയും ഗുണിതാണ് 6. അപ്പോൾ ഈ 2ൻ്റെയും 3നെയൊക്കെ നമുക്ക് ഗുണിച്ച് 6 ആക്കുക. അപ്പോൾ ഇവിടെ ഈ 2നെ എങ്ങനെ ആക്കുക? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 കൊണ്ട് അംശത്തിൽ ചേർത്ത് ഗുണിക്കുക. 1 3 3 2 3 6 പ്ലസ് ഈ 3 6 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കുക. 2 2/3 6 പ്ലസ് ഇത് അതുപോലെ ഇടുക 1/6. അപ്പോൾ 1 കുറയ്ക്കണം, ഇത് കൂട്ടുക എല്ലാം കൂടി. ഇപ്പം ഛേദങ്ങൾ തുല്യമായി. അപ്പോൾ അംശങ്ങൾ കൂട്ടുക. 3 2 5 1 6/6. 1 - 6/6 എത്രയാണ്? 1 1 കുറച്ചാൽ 0. എന്താ അത്? ശേഷിക്കുന്നത് എത്ര ഭാഗം? ശേഷിക്കുന്നത് ഒന്നുമില്ല. അയാളുടെ കയ്യിലത്തെ എല്ലാം അവർക്ക് വീതിച്ച് കൊടുത്തപ്പോൾ അയാളുടെ കയ്യിൽ ബാക്കി ഒന്നുമില്ല. ഉത്തരം 0.